Hello friends, welcome back to our channel Mom's Daily. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് ഐറ്റം ആണ്. ഇന്ന് നമ്മൾ ബ്രെഡും അതുപോലെ മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ബ്രെഡ് പോള. ഈ ബ്രെഡ് പോള നമ്മുടെ വീട്ടിൽ നമുക്ക് ഈവനിംഗ് ഒക്കെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ബ്രെഡും മുട്ടയൊന്നും ഇല്ലാത്ത വീടുകളൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പം ഈ ഒരു ബ്രെഡ് പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ അരുവൊന്നും നമ്മൾ കളയൊന്നും വേണ്ട. സാധാരണ ബ്രെഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരുവൊക്കെ കളയാറ് പതിവ്. പക്ഷെ നമ്മൾ ഇതിനെ കളയുന്നില്ല. ബ്രെഡ് അങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രെഡ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മളൊരു മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കാം. വലിയ ജാറിൽ ഇപ്പം നിങ്ങൾക്ക് 4 ബ്രെഡും ഈ ഒരു ജാറിനകത്ത് കൊള്ളുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബാച്ചായിട്ട് ഇടാം കേട്ടോ. ഇവിടെ ഇപ്പം 4 എണ്ണം എനിക്ക് ഈ ജാറിനകത്ത് കൊള്ളും. അപ്പോൾ ഞാൻ ഈ ബ്രെഡുകളെല്ലാം ഇങ്ങനെ കീറി മുറിച്ച് ഇതിനകത്ത് ഇടുവാണ്. ഇപ്പം ബാച്ചായിട്ടാണ് ഒത്തിരി ബ്രെഡൊക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3 ബ്രെഡ് വെച്ച് നമുക്ക് ബാച്ചായിട്ട് അങ്ങ് ഇടാം കേട്ടോ. ഒത്തിരി അങ്ങ് നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞെന്നാൽ ഇത് പ്രോപ്പറായിട്ട് അങ്ങ് പൊടിഞ്ഞ് വരത്തില്ല. ഇപ്പം മിക്സിയിൽ ഇത് അടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു 2 മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് ഇതുപോലെ അങ്ങ് പൊടിഞ്ഞ് വരും കേട്ടോ. ഒത്തിരി അങ്ങ് പൊടിക്കരുത്. നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പം അതിങ്ങനെ പൊടിഞ്ഞ് താഴെ വീഴണം. ഇതാണ് ആ ഒരു പരുവം. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയി അതൊരു വാട്ടറി കണ്ടൻറ്റ് പോലെ ആവരുത്. ഈ ഒരു നമ്മൾ റസ്കിനൊക്കെ പൊടിക്കുന്ന ആ ഒരു പൊടിയുടെ പരുവത്തിന് ഇരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിനകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതൊരു മുട്ട വെച്ചിട്ടാണ് നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പം ആ ബാറ്റർ ഉണ്ടാക്കുന്നത് നമ്മളൊരു മിക്സി ജാറിനകത്ത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ബ്രെഡിന് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം മുട്ടയുടെ കുറേ പേര് ചോദിക്കും മുട്ടയുടെ ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ ആ ഒരു കുത്തൽ വരത്തില്ലെന്ന്. ഇല്ല കേട്ടോ, ഒരിക്കലും വരത്തില്ല. അതിനായിട്ട് നമ്മളിതിനകത്ത് വാനില എസൻസോ അല്ലെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട് 4 ബ്രെഡിന്. ഇനി ഞാൻ ഈ 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചങ്ങ് ഇടുവാണ്. വെള്ളയും മഞ്ഞയും ഒക്കെ ഒരുമിച്ചാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് പാലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറിന് 1 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പാലിന് പകരം അത് ചേർക്കാം. പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും, വേറൊരു ഫ്ലേവർ ആവും. പക്ഷേ ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. നിങ്ങൾക്ക് 1/2 കപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 1 കപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഇപ്പം ഇത്രയും ബ്രെഡിന് ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരണം. ഞാനിപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി സ്പൂൺ ഫോർക്കൊക്കെ വെച്ചിട്ടാണെങ്കിലും ഒരു ബൗളിനകത്ത് ഇതെല്ലാം ഇട്ടിട്ടാണെങ്കിലും കൈകൊണ്ടോ അല്ലെങ്കിൽ വിസ്കർ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാളും നല്ലത് മിക്സിയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പം മുട്ടയൊക്കെ നല്ലതുപോലെ അങ്ങ് അടിച്ച് വന്നോളും. അപ്പോൾ എപ്പോഴും മിക്സിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിനി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഈ ബ്രെഡിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ, ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്പാച്ചുലയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബ്രെഡിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചെന്നാലും ബ്രെഡ് ഇതെല്ലാം പെട്ടെന്ന് കുടിക്കും. അന്നേരം ഇത് ഒത്തിരി ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. നമുക്കത് ഒഴിക്കുമ്പം ചിലപ്പോൾ അത് കറക്റ്റായി വരണമെന്നില്ല. ഇപ്പോൾ എനിക്കിത് കറക്റ്റായി വന്നിട്ടില്ല. അങ്ങനെ വരുമ്പം നമുക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് ഇതിനകത്ത് പാൽ ഒഴിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ.
അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി, കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇനി 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് 1-2 ഏലക്ക പൊടിച്ച് ചേർക്കാം. ഇനിയിപ്പം ഇതിനകത്ത് തന്നെ ചേർക്കണമെന്നില്ല, അന്നേരം ചിലപ്പോൾ കടിക്കാനൊക്കെ കിട്ടിയെന്ന് വരും. അപ്പം അങ്ങനെ ചേർക്കണമെന്നുള്ളവർക്ക് നമ്മൾ മിക്സിക്കകത്ത് മുട്ടയൊക്കെ അടിച്ച ആ ഒരു സമയത്ത് നമുക്ക് 2 ഏലക്ക അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം അതിനകത്ത് അടിച്ച് വന്നോളും. ആ ബാറ്ററിൽ അപ്പോൾ ആ ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ വാനില എസൻസ് ചേർത്തത് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ അതൊരു കേക്കിൻ്റെ ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ബാറ്റർ റെഡിയാണ്, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇന്ന് ഈ ഒരു ബ്രെഡ് പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ്. കുറച്ച് കുഴിയുള്ള ഒരു സോസ് പാൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇച്ചിരി എടുക്കും, എങ്കിൽ പോലും ഇതിനകത്ത് ഒരു കേക്കിൻ്റെ ഒരു കൂട്ടാണ് ഇത് കാണാൻ വരിക. ആ ഒരു തിക്നെസ്സും അതുപോലെ ആ ഒരു വട്ടനൊക്കെ വരുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ പാനിനകത്ത് തന്നെയാണ് ഞാൻ നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കശുവണ്ടി മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ചേർക്കാം. ഇനി ബദാമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ബദാം ചേർക്കാം. ഇനി പിസ്തയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തോ അപ്പോൾ അങ്ങനത്തെ നട്ട്സ് ചേർക്കുക. ഞാനിവിടെ കശുവണ്ടി മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഒന്ന് കോരി എടുക്കാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാറ്ററിനകത്തോട്ടും ഇടണം, ഇച്ചിരി നമുക്ക് മാറ്റി വെക്കണം. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് മേലെ ഒരു ഭംഗിക്ക് തൂവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്ത് കോരി എടുക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു തവ, നമ്മൾ ഒരു അയേണിൻ്റെ ഒരു തവയാണെങ്കിലും, ഞാനിവിടെ ഒരു ഫ്രൈങ് പാനാണ്, ഒരു പഴയൊരു ഫ്രൈങ് പാനാണ് വെച്ചിരിക്കുന്നത്. ഒരു ഫ്രൈങ് പാൻ നമുക്ക് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ചൂടാക്കാം കേട്ടോ. കാരണം നമ്മളിത് സോസ് പാനിൽ വെക്കുന്നത് കൊണ്ട് സോസ് പാനിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ വെച്ച് ആവി കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു നട്ട്സൊക്കെ നമ്മുടെ ബാറ്ററിനകത്തോട്ട് ഇടാം. അപ്പോൾ ഞാൻ ഒരു പകുതി ഇച്ചിരി നട്ട്സ് മാറ്റി വെച്ച് ബാക്കി എല്ലാ നട്ട്സും ബാറ്ററിനകത്തോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ നട്ട്സൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെയ്യൊക്കെ വറുക്കാൻ ഉപയോഗിച്ച അതേ സോസ് പാനിൽ ഓൾറെഡി കുറച്ച് നെയ്യുണ്ട്. നമ്മൾ ഈ മുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്ത് കോരിയ നെയ്യുണ്ട്. ആ നെയ്യ് തന്നെ നമുക്ക് എല്ലായിടത്തും ചുറ്റോറും ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാറ്റർ നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് ഒഴിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അത് നല്ല ഭംഗിയിൽ പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്, നമ്മൾ ലെവലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഈ സോസ് പാൻ വെക്കുന്നത് നേരത്തെ തന്നെ 5 മിനിറ്റോളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ളൊരു ഫ്രൈങ് പാനോ ഒരു തവയോ എന്താണെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു പാനിൻ്റെ മേലെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിന് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കിയുള്ള കശുവണ്ടി മുന്തിരിയും ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുകയാണ്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ ഒരു കേക്കിൻ്റെ പോലെയൊക്കെ തോന്നും, ഒരു ഫ്രൂട്ട് നട്ട്സിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കി വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നട്ട്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഞാൻ തിരിച്ച് ഇതുപോലെ മൂടി വെച്ച് ഇനി നമുക്കൊരു 25 മുതൽ 35 മിനിറ്റ് വരെ സമയം എടുക്കും ഇത് വരാൻ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വെയിറ്റ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് പോള. ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നോന്ന് അറിയാനായിട്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ട് ഇതിലൊന്ന് മിഡിലൊന്ന് കുത്തി നോക്കി ഒന്ന് എടുക്കുവാണ്. പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ അത് ശരിക്കും വന്നില്ല, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും, അതുമ്പോൾ തരിതരികൾ കാണാൻ പറ്റും ടൂത്ത് പിക്കർ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോള റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് എടുക്കുന്നതിനേക്കാളും മുന്നേ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിനകത്തോട്ട് കമത്തി നമുക്ക് ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പ്ലേറ്റിലോട്ട് കമത്തി എടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബ്രെഡ് പോള ഇവിടെ റെഡിയാണ്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബ്രെഡ് പോള വളരെ സോഫ്റ്റാണ് ഇതിനകത്തൊക്കെ. പ്രത്യേകിച്ച് നമ്മളിത് പാലും ബ്രെഡും നമ്മൾ മുട്ട പാലൊക്കെ ബ്രെഡൊക്കെ അല്ലേ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് ചൂടോടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ. അന്നേരമാണ് ശരിക്കും കേക്ക് കഴിക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രെഡ് സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രെഡ് പോള കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇതിൻ്റെ ഒന്ന് അഭിപ്രായം പറയണം, അറിയിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.